പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഷാജഹാൻ പയ്യൂരയിലാണ്. പുസ്തകങ്ങളിലൂടെ എന്ന എൻ്റെ ഒരു ചെറിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇങ്ങനൊരു ചാനൽ ഞാൻ തുടങ്ങാനുണ്ടായിട്ടുള്ള ഉദ്ദേശം വളരെ സിമ്പിളാണ്. ഇതിൻ്റെ പേര് പോലെ തന്നെ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കണം, അതുപോലെ വായന ഡെവലപ്പ് ചെയ്യണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടായിട്ടുള്ളത്. അതേപോലെ എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും എന്നുള്ള പ്രതീക്ഷയുണ്ട്. കാരണം ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു ഉപകാരപ്പെടണം എന്നുള്ള ഒരു ചിന്തയിലും കൂടിയാണ് ഇങ്ങനൊരു ചാനൽ ഉണ്ടായിട്ടുള്ളത്. ബൈ ദ വേ, നമ്മൾ ഇന്നത്തെ ഒരു ചെറിയ ടോപ്പിക്കിൽ കിടക്കാം. ഞാൻ അടുത്തിടെ വായിച്ചിട്ടൊരു പുസ്തകം ഇന്ത്യ ചരിത്രം എന്ന് പറഞ്ഞിട്ടുള്ള ശ്രീധരമേനോൻ എഴുതിയിട്ടുള്ള ഇന്ത്യ ചരിത്രങ്ങൾ ഒരുപാട് ചരിത്രകാരന്മാർ എഴുതിയിട്ടുണ്ട്. ഞാൻ ശ്രീധരമേനോൻ എഴുതിയിട്ടുള്ളൊരു പുസ്തകം വായിച്ചപ്പോൾ ചെറിയൊരു കാര്യം കണ്ടപ്പോൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് ഇങ്ങനെ തോന്നി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള സ്വാതന്ത്ര്യത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ്. വരുന്ന ഓഗസ്റ്റ് 15 നമ്മൾ 80th ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുകയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രങ്ങൾ, സ്വാതന്ത്ര്യത്തിൻ്റെ നാൾവഴികൾ, ചില മിനിമം കാര്യങ്ങളെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ നമ്മുടെ അവകാശം കൂടിയാണ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം നമുക്കറിയാം, നമ്മുടെ ആക്സസ് ഇൻഫർമേഷൻസ് ഡിലീറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ചരിത്രങ്ങൾ വളച്ചൊടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ നമ്മുടെ പോയിന്റിലേക്ക് വരാം. നമ്മൾ ചെറിയൊരു സംഭവം, ആഗ്രയിലുള്ള ഒരു മജിസ്ട്രേറ്റ് സ്വാതന്ത്ര്യത്തിനൊക്കെ മുമ്പുള്ളൊരു കാലഘട്ടത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഓർഡറാണ്. ആ ഓർഡർ ഇങ്ങനെയാണ്: 1890 കാലഘട്ടത്തിലെ ഒരു ഓർഡറാണ്. ആ ഓർഡറിൽ പറയാണ്, ബ്രിട്ടീഷുകാരനെ വെള്ളക്കാരനെ എവിടെ വെച്ച് കണ്ടാലും വണങ്ങിക്കൊള്ളണം, സല്യൂട്ട് അടിച്ചോളണം. ഇപ്പോൾ ഇന്ത്യക്കാരൻ കുതിരപ്പുറത്ത് പോവുകയാണെങ്കിൽ, പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുകയാണ്, കുതിരപ്പുറത്ത് പോവുകയാണെങ്കിൽ ബ്രേക്ക് ഇട്ട് നിർത്തി, കുതിരേനെ അവിടെ നിർത്തി ഇറങ്ങി നിന്നിട്ട് ഓച്ചാനിച്ച് നിന്നോളണം ബ്രിട്ടീഷുകാരൻ പോകുമ്പോൾ. ഇതൊരു ഓർഡറാണ്. ഇത് എല്ലാ ഇന്ത്യക്കാരും അനുസരിക്കണം. എന്തൊരു വിചിത്രമാണ് നോക്കിയാൽ. ഇന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മുഖത്ത് ചിരിയുണ്ടെങ്കിലും അന്നത്തെ ഇന്ത്യക്കാർ നമ്മുടെ രാജ്യത്തിലുള്ള നമ്മുടെ സഹോദരന്മാർ എത്ര അനുഭവിച്ചിട്ടുണ്ടാവും. ഈ കാലഘട്ടം എന്ന് പറയുന്നത് മനുഷ്യർ അത്രയധികം ബ്രിട്ടീഷുകാരുടെ ക്രൂരതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് എന്നുള്ളതാണ് ചരിത്രത്തിൽ വിലയിരുത്തിയിട്ടുള്ളത്. കാരണം 1896-900 കാലഘട്ടത്തിൽ 4 വർഷത്തിൻ്റെ ഇടയിൽ തന്നെ 9 ലക്ഷം ആൾക്കാർ ക്ഷാമം കൊണ്ട് മരിച്ചു എന്നുള്ളതാണ്. പട്ടിണി കൊണ്ടാണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഈ പട്ടിണി വന്നിട്ടുള്ളത് നോക്കിയാലറിയാം, കച്ചവടക്കാരുടെ ഒക്കെ അപ്പീസ് പൂട്ടിയിട്ടുള്ള ചരിത്രങ്ങളാണ്, സംഭവങ്ങളാണ് ചരിത്ര പുസ്തകങ്ങളിലുള്ളത്. കാരണം ഇന്ത്യയുടേതായിട്ടുള്ള പ്രൊഡക്റ്റുകൾ, കുരുമുളക്, ഏലം, ഇതൊക്കെ മറ്റുള്ള രാജ്യത്തേക്ക് കയറ്റി അയക്കുമ്പോൾ, ഉദാഹരണത്തിന് ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കുകയാണെങ്കിൽ വൻ നികുതിയാണ് ബ്രിട്ടീഷുകാർ ചുമത്തിയിട്ടുള്ളത്. എന്നാൽ അവർക്ക് ഇങ്ങോട്ട് നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും വിൽക്കാനോ വാങ്ങാനോ എന്തെങ്കിലും അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഒരു നികുതിയില്ല. എല്ലാ നികുതിയും എടുത്തു കളഞ്ഞ് അവർക്ക് ഫ്രീ ആയിട്ട് ഇവിടെ സെല്ല് ചെയ്യാനൊക്കെ ഉള്ള അധികാരം ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെൻറ് കൊടുത്തിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? അതുകൊണ്ട് തന്നെ നമ്മുടെ കച്ചവടക്കാരൊക്കെ ആകെ പട്ടിണിയിലായി. അതിൽ തുടർന്നുണ്ടായിട്ടുള്ള ക്ഷാമം കാരണം ഒരുപാട് പേര് മരിച്ചു, 9 ലക്ഷം പേര് മരിച്ചു എന്നുള്ളതാണ് ചരിത്രത്തിലുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ കൂടെ, പോരാട്ടങ്ങളിൽ കൂടെ, ഇതിനെതിരെയൊക്കെയുള്ള പോരാട്ടങ്ങളിൽ കൂടെ INCയുടെ നേതൃത്വത്തിൽ, അതുപോലെ സ്വാതന്ത്ര്യ സമര നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഇതിനൊക്കെതിരെയുള്ള പോരാട്ടങ്ങൾ നടത്തിയിട്ടാണ് ഇന്ത്യ സ്വാതന്ത്ര്യം എന്നുള്ള ദിവസത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. രാമചന്ദ്ര ഗുഹ എഴുതിയിട്ടുള്ള ഒരു പുസ്തകത്തിലെ കാര്യങ്ങളും കൂടി പറയണമെന്ന് തോന്നി. കാരണം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പിന്നെയും പോരാട്ടം. ഇപ്പോഴും ആ പോരാട്ടം പല കാര്യങ്ങളെ കൊണ്ടും പല കാര്യങ്ങളിലും തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം അദ്ദേഹം എഴുതുകയാണ്, ഡെമോക്രാറ്റ്സ് ആൻഡ് ഡിസെൻഡേഴ്സ്, മതേതര ജനാധിപത്യവാദികളും
ജനാധിപത്യവാദികളും വിമതരും എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകത്തിലാണ് അത് എഴുതുന്നത്. ഡെമോക്രാറ്റ്സ് ആൻഡ് ഡിസെൻഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകത്തിൽ. മറ്റുള്ള പല രാജ്യങ്ങളും ആടി ഒലയാണ്, ഛിന്ന ഭിന്നമായിട്ട് പോയിട്ടുണ്ട്. വൈവിധ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യനേക്കാളും ഇന്ത്യൻ്റെ അത്രയും വൈവിധ്യം ഇല്ലാത്ത രാജ്യങ്ങൾ. ഇന്ത്യ ഒരുപാട് വൈവിധ്യമുള്ള രാജ്യങ്ങളാണ്, ഭാഷകളിലും മതങ്ങളിലുമൊക്കെ. അപ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ഒരുപാട് എതിർപ്പുകളെ അതിജീവിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവൺമെൻറ്. ഉദാഹരണത്തിന് അദ്ദേഹം കുറച്ച് ഗ്രൂപ്പുകൾ എടുത്ത് പറയുന്നുണ്ട്. ഈ പൗരത്വം, ന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം കൊടുക്കരുത് എന്ന് പറയുന്ന എന്ന് ആഗ്രഹിക്കുന്ന വലതുപക്ഷ ഹിന്ദുത്വപക്ഷക്കാർ, അതേപോലെ ഏകാധിപത്യ ഭരണം മതി, ഏകമേധാവിത്വ കക്ഷി വേണമെന്ന് ആഗ്രഹിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ, അതേപോലെ വോട്ടവകാശം വിദ്യാഭ്യാസമുള്ളവർക്ക് മാത്രം മതി എന്നാഗ്രഹിക്കുന്ന മിതവാദികൾ INCയിലും INCയുടെ ആദ്യകാലത്തുണ്ടായിട്ടുള്ള പല നേതാക്കന്മാരും മിതവാദികളാണ്. മിതവാദികൾ എന്ന് പറയുന്നത് അവർ കുറച്ച് വിദ്യാഭ്യാസം കൂടിയ ആൾക്കാരാണ്. അവർ സമൂഹത്തിൽ ഉയർന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ പ്രവർത്തിക്കുള്ളൂ. പിന്നീട് ജനങ്ങളിലേക്ക്, ഇപ്പോൾ സാധാരണക്കാർക്കും കർഷകരിലേക്കും ഒക്കെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രവർത്തകർ ഇറങ്ങിയപ്പോഴാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം സാധ്യമാകുന്നത് എന്നുള്ളതാണ് ചരിത്രം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC എന്ന സംഘടന ഒരു ബഹുജന സംഘടന ആകുന്നതും മിതവാദികളിൽ നിന്ന് മാറി സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ്. അപ്പോൾ ഈ മിതവാദികൾ ആഗ്രഹിച്ചിരുന്നത് വിദ്യാഭ്യാസമുള്ളവർക്ക് മാത്രം വോട്ടവകാശം മതി എന്നുള്ളതാണ് പറഞ്ഞു വയ്ക്കുമ്പോൾ. അതേപോലെ മറ്റൊരു ഗ്രൂപ്പ് ഹിന്ദി ഭ്രാന്തന്മാരാണ്, ഹിന്ദി ഭാഷ ഭ്രാന്തന്മാരാണ്. ഹിന്ദി ഭാഷ ഇന്ത്യയിൽ ഒട്ടാകെ വേണം, മറ്റുള്ള ഭാഷകളൊന്നും വേണ്ട എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർ ഇന്ത്യക്കെതിരെ, സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യക്കെതിരെ പല എതിർപ്പുകളുമായിട്ട് വരികയാണ്. കാരണം എല്ലാ ജനങ്ങൾക്കും വേണ്ടി നിൽക്കുന്ന ഇന്ത്യയെ അവർക്ക് ആവശ്യമില്ല. അതേപോലെ ഹിന്ദി ഭാഷ ഭ്രാന്തന്മാരെ പോലെ ജാതി വ്യവസ്ഥ ആഗ്രഹിക്കുന്ന ബ്രാഹ്മണന്മാർ, അതേപോലെ രാജാക്കന്മാരെ അന്നുണ്ടായിരുന്ന രാജാക്കന്മാരെ ആഗ്രഹിച്ചിരുന്നത് ബ്രിട്ടീഷുകാർ പോയപ്പോൾ ഇനി ഈ രാജ്യം ഞങ്ങളുടേതാണ്, ഇനി ഞങ്ങൾക്ക് ഓരോ ചെറിയ രാജ്യങ്ങളും ഞങ്ങളുടേതായിട്ട് ഭരിക്കാമല്ലോ എന്നുള്ളതാണ്. 562 നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനൊക്കെ ഇന്ത്യൻ യൂണിയനിലേക്ക് കൊണ്ടുവരുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ എന്ന അന്നത്തെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയാണ്. അപ്പോൾ അങ്ങനെയുള്ള രാജാക്കന്മാർ, നവാബുമാർ പല ഇന്ത്യയുടെ മറ്റുള്ള സംസ്ഥാനത്തെ ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങൾ ഭരിക്കുന്നവരാണ് നവാബുമാർ. ഇവരുടെയൊക്കെ എതിർപ്പുകൾ അതിജീവിച്ചിട്ടാണ് ഇന്ത്യ ആടിയുലയാതെ ഒരു രാജ്യമായി നിന്നിട്ടുള്ളത് എന്നുള്ളതാണ് ചരിത്രം. ഇപ്പോഴും ഞാൻ പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോഴും പല എതിർപ്പുകളും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ സർവൈവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പുസ്തകങ്ങളിലൂടെ എന്ന ഈ ചാനലിൽ ഇനിയും വീഡിയോസായിട്ട് വരാൻ താല്പര്യമുണ്ട്. നമുക്ക് ഇനിയും വായിക്കാം, സംസാരിക്കാം, ചിന്തിക്കാം, സംസാരിക്കാം. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.